ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പം ഇത് എൻ്റെ അങ്കിളാണ് ഉണ്ടാക്കിയത്. അപ്പം അങ്കിളിൻ്റേതായ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കഴുകി വൃത്തിയാക്കി വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ചിക്കൻ, പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ചധികം കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇത് നമ്മൾ ഈ മസാല തയ്യാറാക്കുക നമ്മുടെ ചിക്കനിലോട്ടുള്ള അരപ്പിനുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. പിന്നെ മന്തി മസാലയും കൂടി ചേർത്ത് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും പിന്നെ നെയ്യും ഒക്കെ കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഈ മസാല ഉണ്ടാക്കിയിട്ട് ചിക്കൻ നമുക്ക് ഇതിലോട്ട് പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് നമുക്ക് നമ്മുടെ റൈസിനുള്ള കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാം. ഒരു ചെമ്പ് വെച്ച് അതിലോട്ട് ജിഞ്ചർ ഗാർലിക്ക് നമുക്ക് ഇട്ട് അതിൽ നിന്ന് അതിൻ്റെ പച്ചമണം ആകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവോളയും കുറച്ച് ക്യാപ്സിക്കനും പിന്നെ പച്ചമുളകും കറുത്ത നാരങ്ങയും പിന്നെ നമ്മുടെ സ്പൈസസായ ബേ ലീവ്സ്, കറുവപ്പട്ട, പിന്നെ ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാം ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അവയ്ക്കൊന്ന് ഇട്ട് എണ്ണയിലിട്ട് വരട്ടിയ ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കിലോ സ്റ്റെല്ല റൈസ്, ഗോൾഡൻ സ്റ്റെല്ല റൈസ് നമ്മളിവിടെ നേരത്തെ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ തിളച്ച് വരുന്ന വെള്ളത്തിൽ കുറച്ച് പെരുംജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച നമ്മുടെ അരി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ ചിക്കൻ മസാലയൊക്കെ തേച്ച് ഒരു 3/4 മണിക്കൂർ വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് നമ്മുടെ ചോറൊക്കെ അടിച്ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് ഈ മന്തിയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ പീസുകളൊക്കെ തന്നെ നമുക്ക് ഉടയാതെ സാവധാനം അതിൻ്റെ പുറത്ത് ഓരോന്ന് വീതം എടുത്ത് വെക്കാം. നമ്മൾ എക്സ്ട്രാ പുഴുങ്ങി എടുത്തുകൊണ്ട് തന്നെ അതിലെല്ലാം ആവി കയറ്റി എടുത്തുകൊണ്ട് തന്നെ അതിലെല്ലാം മസാലകളെല്ലാം നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് വെക്കണം. ഇപ്പം നമ്മൾ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ട് അതിലോട്ട് ഇച്ചിരി ഓയിലിട്ട് നമുക്കത് സ്മോക്ക് ചെയ്തെടുക്കണം. മന്തി സ്മോക്ക് ചെയ്തെടുക്കണമല്ലോ. എന്നിട്ട് അത് പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ഇത് റാപ്പ് ചെയ്തെടുക്കണം. ഈ പുക വെളിയിലോട്ട് പോകാത്ത രീതിയിൽ നല്ല രീതിക്ക് നമ്മൾ ഭദ്രമായിട്ട് തന്നെ അങ്കിൾ ഇതെല്ലാം റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഇത് അടച്ചു വെക്കുമ്പോൾ വെയിറ്റ് വെച്ചിട്ടാണ് വെച്ചത്. ഇത് കുറച്ച് നേരം ഇതിങ്ങനെ സ്മോക്ക് ചെയ്ത ശേഷം നമ്മൾ മന്തി ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അക്ഷമയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പയ്യെ നേരത്തെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിലെല്ലാം ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയപ്പോഴത്തേക്കിങ്ങനെ ആവി പറക്കുന്ന നമ്മുടെ മന്തി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ അറിയാം നല്ല എമ്മി ആയിരിക്കുമെന്ന്. ഇതിന് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സെർവ് ചെയ്യണം. ഇതിൻ്റെ പുറത്തുനിന്ന് ഇനി നമ്മൾ സ്മോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കരിക്കട്ടയുടെ പാത്രമൊക്കെ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ റൈസിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാൻ നേരത്ത് എടുത്ത് വെക്കാം. എന്നിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ്റാത്ത ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.